Hi friends, Professional Business Skills-ലെ 6th ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്താണ്, പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ഒരു സ്ഥാപനത്തെ വിജയിക്കാൻ സഹായിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. കൂടാതെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ 11 പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. 2 സെക്ഷനായി തിരിച്ച് നമ്മളുടെ പ്രൊഫഷണലിസം ഒരു ജോലിയിൽ, ഒരു സ്ഥാപനത്തിൽ പ്രകടമാക്കുന്നതിന് നമ്മൾക്ക് ആവശ്യമായ 11 സ്കിൽസ് ഏവയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മളൊരു പ്രത്യേക കാറ്റഗറി ഓഫ് സ്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതിനാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹാർഡ് സ്കിൽസിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിശദമായി നമുക്ക് സോഫ്റ്റ് സ്കിൽസ് എന്താണ്, ഇവയുടെ ആവശ്യം എന്താണ്, ഇവയുടെ പ്രത്യേകത എന്താണ് എന്നെല്ലാം ഈ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊസിഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലായി കണക്കാക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങളൊരു കെമിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഷയത്തിൽ വിദ്യാഭ്യാസവും പരിചയവും എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഒരു ബോഡി ഓഫ് നോളജ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രയോഗത്തിൽ വരുത്തി പരിചയം ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു ഹാർഡ് സ്കില്ലാണ്. ഇതുപോലെ ഒരു സിഇഒയുടെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷണറി സ്കിൽ ഉണ്ടായിരിക്കണം. ദീർഘദൃഷ്ടി, വരുന്ന കാര്യങ്ങൾ, വരുന്ന കാലഘട്ടങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കണക്കാക്കി സ്ഥാപനത്തെ ആ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പൊ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ട സ്കില്ലോ ഒരു പ്രത്യേക പൊസിഷന് വേണ്ട സ്കില്ലിനെയോ നമ്മൾ ഹാർഡ് സ്കിൽ എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സ്കിൽ എന്തായിരിക്കും? സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പൊസിഷനോ ഒരു പ്രത്യേക ടാസ്കായോ കണക്ട് ചെയ്യപ്പെടാതെ ഏത് പൊസിഷനിലായാലും ഏത് ജോലിയിലായാലും ഒരു വ്യക്തിക്ക്, ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് ആണ് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് കൂടുതലായും വരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആപ്ലിക്കേഷൻ ഉള്ള രംഗങ്ങളിലല്ല സോഫ്റ്റ് സ്കിൽസ് വേണ്ടി വരുന്നത്. പിന്നെയോ ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു, എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നു. ഇതുകൊണ്ടാണ് റിലേഷൻഷിപ്സ്, സോഫ്റ്റ് സ്കിൽസ് ഡീൽ വിത്ത് റിലേഷൻഷിപ്സ് വിത്ത് പീപ്പിൾ. ആളുകളുമായി ബന്ധം പുലർത്തുന്നതിന്റെ ഒരു രംഗത്താണ് സോഫ്റ്റ് സ്കിൽസ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നത്, ഹൗ എ പേഴ്സൺ ഇന്ററാക്ട്സ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുക, മറ്റുള്ളവരുമായി എങ്ങനെയാണ് നമ്മൾ ഇടപഴകുന്നത്, ഇവയെല്ലാമാണ് സോഫ്റ്റ് സ്കിൽസിന്റെ ഒരു കർമ്മരംഗം. ഇന്നത്തെ കാലത്ത് സോഫ്റ്റ് സ്കിൽസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് മാത്രമല്ല, ആ ജോലിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കരിയർ പ്രോഗ്രഷൻ വേണമെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് കൂടിയേ തീരൂ എന്ന് പറയുന്നതാണ് അവസ്ഥ. പല പ്രഗത്ഭരായ ആളുകളും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ദീർഘകാലത്തെ പരിചയമുള്ളവരും പല ഉയർന്ന പൊസിഷനുകളിലും ശോഭിക്കാതെ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സോഫ്റ്റ് സ്കിൽസിന്റെ അഭാവമാണ്. ഹാർഡ് ടാസ്ക് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ഉയർന്ന പൊസിഷനുകളിൽ എത്തുമ്പോൾ ഇവർ സമ്പൂർണ്ണ പരാജയമാകുന്നു. കാരണം സോഫ്റ്റ് സ്കിൽസിന്റെ അഭാവത്തിൽ മറ്റാളുകളുമായി, സമാന പൊസിഷനിലുള്ള മറ്റാളുകളുമായി ഇടപഴകാനുള്ള കഴിവ് ഇവർക്കില്ലാതെ വരും. സോഫ്റ്റ് സ്കിൽസിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കും. സോഫ്റ്റ് സ്കിൽസിൽ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, വ്യക്തിപരമായി നിങ്ങൾക്കുള്ള ചില സവിശേഷതകൾ. നിങ്ങൾക്ക് വ്യക്തിപരമായ ചില സവിശേഷതകളുണ്ട്. നിങ്ങളുടെ സവിശേഷതകളിൽ ഒന്നാണ് ഇത് കൃത്യനിഷ്ഠ. നിങ്ങളുടെ ഒരു സവിശേഷതയാണ് കൃത്യനിഷ്ഠ. അതല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമമായി ഓർഗനൈസ് ചെയ്ത്, കൃത്യമായി ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ട്. ഇത് ഒരു പേഴ്സണൽ ആട്രിബ്യൂട്ടാണ്, നിങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു കഴിവാണ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, നിങ്ങൾക്ക് ജന്മനാ ഉള്ള ചില സവിശേഷതകൾ. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജന്മനാ ഉള്ളതായിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് നിങ്ങളുടെ ആട്രിബ്യൂട്ട്. ട്രേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജന്മനാ ഉള്ള ഒരു കാര്യമാണ്. ജന്മനാ ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കാം? ഒരുപക്ഷെ സൗമ്യമായി പെരുമാറാനുള്ള ഒരു കഴിവ്, ഇല്ലെങ്കിൽ നേതൃത്വപാഠം. ഇതൊക്കെ നിങ്ങൾക്ക് ജന്മനാ ലഭിക്കുന്ന ചില കഴിവുകളാണ്. സോഷ്യൽ ക്യൂസ്, നിങ്ങൾ സാമൂഹികമായ ഇടപെടലുകൾ എങ്ങനെ നടത്തുന്നു,
ബുദ്ധിമുട്ടിൽ അകപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സോഷ്യൽ ക്യൂസ്. എന്താണ് നിങ്ങളെ സാമൂഹികമായ ഇടപെടലുകളിൽ പ്രചോദിപ്പിക്കുന്ന കാര്യം? അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സ്വാഭാവികമായിട്ടും മറ്റുള്ളവരോട് സംവദിക്കുന്നതിന്, മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്നതിന്, മറ്റുള്ളവരോട് ഡയലോഗ് നടത്തുന്നതിന് നിങ്ങൾക്കുള്ള ഒരു കഴിവ്. ഇവയെല്ലാം സോഫ്റ്റ് സ്കിൽസിൽ പെടുന്നു. സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നതിൽ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ അയാളുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, അയാളുടെ മൊത്തത്തിലുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടി വരുന്നു. അയാളുടെ ചില കാഴ്ചപ്പാടുകൾ തിരുത്തേണ്ടി വരുന്നു. എന്തിന്? പേഴ്സണാലിറ്റിയുടെ തന്നെ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ തന്നെ ചില ഡയമെൻഷൻസ് നമ്മൾ തിരുത്തേണ്ടി വരുന്നു. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടോ, ഒരു വ്യക്തിയുടെ മനോഭാവമോ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഡയമെൻഷൻസോ ഒക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് കടക്കുന്നത് ഒരു 21-22 ഇയേഴ്സിലാണെങ്കിൽ മേൽപ്പറഞ്ഞ മനോഭാവം, ആറ്റിറ്റ്യൂഡും, ക്യാരക്ടർ ഡയമെൻഷൻസും പെർസെപ്ഷൻസും എല്ലാം ഏകദേശം സെറ്റായി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കഠിനമായ ഒരു പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. തീവ്രമായ ഒരു ആഗ്രഹം, ഒരു ഡിസയർ വേണം നമുക്ക് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. സാധിക്കാത്ത കാര്യമല്ല. ഞാൻ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരേ സ്ഥാപനത്തിലെ ഒരു പൊസിഷനിൽ ഇരുന്ന ആൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ഥാപനത്തിൽ ഉയർന്ന പൊസിഷനിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന കാതലായ മാറ്റം സിസ്റ്റത്തിന്റെ ഒരു പവറാണ്. സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സിസ്റ്റത്തിന് സാധിക്കുമെന്നുള്ളതിന്റെ എവിഡൻസ് നേരിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹാർഡ് സ്കിൽസ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി. സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സോഫ്റ്റ് സ്കിൽസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് സ്കിൽസ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ, ഒരു ക്ലാസ് റൂം ട്രെയിനിങ്ങിലൂടെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് മെത്തേഡ്സ്, മറ്റ് ട്രെയിനിങ് മെത്തേഡുകളിലൂടെയോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യിച്ചെടുക്കാവുന്നതാണ്. ഹാർഡ് സ്കിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് അക്വയർ ചെയ്യാം. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽഡ് ട്രെയിനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് അക്വയർ ചെയ്യാം. കാരണം നിങ്ങളൊരു പർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റ് ഓഫ് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാസ് റൂമിൽ നിന്ന് നേടിയെടുക്കാം. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ ഇരുന്ന് അത് ചെയ്ത് പരിചയിക്കാം. നേരെ മറിച്ച് സോഫ്റ്റ് സ്കിൽസ് അങ്ങനെയല്ല. സോഫ്റ്റ് സ്കിൽസ് ആളുകളുമായിട്ട് ഇടപഴകി മാത്രം നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു സ്കില്ലാണ്. സോഫ്റ്റ് സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ തൊഴിലാളികളുടെ ഔട്ട്പുട്ട്, ആ സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റ്, എന്തിന് ആ സ്ഥാപനത്തെ കുറിച്ച് തന്നെ പൊതുജനത്തിനുള്ള ഒരു വീക്ഷണം, ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ഇമേജ് പോലും സോഫ്റ്റ് സ്കിൽസിനെ ആശ്രയിച്ചിരിക്കുന്നു. സോഫ്റ്റ് സ്കിൽസ് ഇല്ലാത്ത ഒരു ഫോർമാന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസ്, ഒരു സെറ്റ് ഓഫ് ലോവർ ലെവൽ വർക്കേഴ്സ്, അവരുടെ ജോലി ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്യും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികൾ പണിത് വിടുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് 100% ക്വാളിറ്റിയോടെ ആയിരിക്കണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് എമ്പതിയുള്ള ഒരു സൂപ്പർവൈസർ, ഒരു ഫോർമാന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഫോർമാനും തൊഴിലാളികളും തമ്മിൽ നല്ല ആത്മബന്ധമുള്ള, നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു ടീമിലെ അംഗങ്ങളായ തൊഴിലാളികൾ പണിതുവിടുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി കാണും. സ്വാഭാവികമായ ഒരു ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയിൽ ആശ്രയിച്ചിരിക്കുന്നു ആ സ്ഥാപനത്തെക്കുറിച്ച് ഉള്ള ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പ്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസിന്റെ സ്വാധീനം ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ മാത്രമല്ല, ആ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നത്തെയും ആ സ്ഥാപനത്തെ തന്നെയും കാര്യമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സോഫ്റ്റ് സ്കിൽസും മറ്റ് സ്കിൽസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ താഴെയാണ് സോഫ്റ്റ് സ്കിൽസ്, അതർ സ്കിൽസ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ താഴെയാണ് അതർ സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൽ കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്ന സ്കിൽസാണ്. അതുകൊണ്ടാണ് സോഫ്റ്റ് സ്കിൽസിനെ അതർ ഓറിയന്റഡ് അല്ലെങ്കിൽ ഇന്റർ പേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. അതർ ഓറിയന്റഡ്, മറ്റൊരു വ്യക്തിയുമായുള്ള ഇടപഴകലിലൂടെ നമ്മൾക്കുണ്ടാകുന്ന സ്കിൽസ് അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഇന്റർ പേഴ്സണൽ ബന്ധങ്ങൾക്ക് വേണ്ടി വരുന്ന സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസിൽ എപ്പോഴും മറ്റൊരാളുടെ പ്രസൻസ് നമ്മൾ കാണുന്നു. മറ്റൊരാളുമായിട്ട് ഇടപഴകുന്നതിന് നമ്മൾക്ക് വേണ്ടി വരുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ്. നേരെ മറിച്ച് സെൽഫ് ഓറിയന്റഡ് ഇൻട്രാ സൈക്കിക് സ്കിൽസ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കും പോലെ സെൽഫ് ഓറിയന്റഡ് ആണ്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം, ഞാനത് പഠിച്ചെടുക്കുന്നു, അതൊരു സെൽഫ് ഓറിയന്റഡ് സ്കില്ലാണ്. എനിക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണം, ഞാനത് പഠിച്ചെടുക്കുന്നു, അത് സെൽഫ് ഓറിയന്റഡ് ആണ്. അതിൽ മറ്റൊരാളായിട്ടുള്ള ഒരു ഇടപഴകലിന്റെ ഒരു ആവശ്യം വേണ്ടി വരുന്നത് ഒരു ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചാലായി. അപ്പൊ ഇതാണ് സെൽഫ് ഓറിയന്റഡ് സ്കിൽ.
അതർ ഓറിയന്റഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു വിഷമകരമായ സ്ഥിതി കേൾക്കാനുള്ള സന്നദ്ധത എനിക്കുണ്ട്. 2 ആശ്വാസവാക്ക് അയാളോട് പറയാൻ എനിക്ക് സാധിക്കുന്നു, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. ഇതെല്ലാം സോഫ്റ്റ് സ്കിൽസ്. മറ്റൊരാളെ അതർ സ്കിൽസിൽ നമ്മൾ കാണുന്നത് എന്താണ്? സെൽഫ് ഓറിയന്റഡ്. എന്റെ തന്നെ വികസനത്തിന് ഞാൻ തന്നെ ചെയ്തുണ്ടാക്കിയെടുക്കുന്ന സ്കിൽസാണ് സെൽഫ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഇൻട്രാ സൈക്കിക് സ്കിൽസ്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽസ് സോഷ്യൽ സ്കിൽസാണ്. നമുക്ക് സാമൂഹികമായി പെരുമാറാനുള്ള കഴിവുകൾ നേടിത്തരുന്ന സ്കിൽസാണ്. ഇത്തരം സ്കിൽസ് കാര്യമായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് കമ്മ്യൂണിക്കേഷൻ, വ്യക്തമായും കൃത്യമായും സംസാരിക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല കേൾക്കാനുള്ളൊരു കഴിവുകൂടെ, നെഗോസിയേഷൻ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു കഴിവിനാണ് നമ്മൾ നെഗോസിയേഷൻ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ്, ആളുകളായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക, പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം സോഫ്റ്റ് സ്കിൽസിൽ പെടുന്നു. ഇവയെല്ലാം തന്നെ മറ്റു മനുഷ്യരുമായിട്ടുള്ള ഇടപഴകലിലൂടെ നമ്മൾക്ക് ഗുണകരമാകുന്ന സ്കിൽസാണ്. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ, മറ്റാളുകളുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലിസണിങ്, മറ്റാളുകളുടെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നെഗോസിയേഷൻ, മറ്റുള്ളവരുമായി നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു. നെറ്റ്വർക്കിംഗ്, മറ്റാളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു. പ്രോബ്ലം സോൾവിങ്, മറ്റാളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നു. എല്ലാ സ്ഥലത്തും നമ്മൾ മറ്റ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുന്നു. നേരെ മറിച്ച് പേഴ്സണൽ സ്കിൽസ് കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്ത, ധിഷണ, ഇന്റലക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം സ്കിൽസ് കൂടുതലായും കാണുന്നത് അറിവ് സമ്പാദിക്കുന്നതിൽ, വായിച്ചാകാം, കേട്ടാകാം, കണ്ടാകാം, അറിവ് സമ്പാദിക്കുന്നതിൽ, ചിന്തിക്കുന്നതിൽ, അതിനുശേഷം പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ, കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ, ആ പദ്ധതി പ്രകാരം പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലെല്ലാം നമ്മൾക്ക് കോഗ്നിറ്റീവ് സ്കിൽസ് വരുന്നു. അതായത് അറിവ് സമ്പാദിക്കുക, കിട്ടിയ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കുക, പ്ലാനിങ് നടത്തുക, അച്ചീവ്മെന്റിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് മുന്നേ കൂട്ടി തീരുമാനിക്കുക, ഇവയെല്ലാം കോഗ്നിറ്റീവ് സ്കിൽസിൽ വരുന്നു. ഇതാണ് സോഫ്റ്റ് സ്കിൽസും അതർ സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം. പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസ് ഏവയൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. മുൻപ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മുൻപ് ഡീൽ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളതാണ് മിക്കവാറും സോഫ്റ്റ് സ്കിൽസ് എല്ലാം തന്നെ പല സാഹചര്യങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ആദ്യത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സംസാരിക്കാൻ, സംവദിക്കാൻ, ആശയങ്ങൾ കൈമാറാനുള്ള കഴിവ്. എബിലിറ്റി ടു മാനേജ് പ്രഷർ, നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഗതി ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു. സമ്മർദ്ദം താങ്ങാനുള്ള കഴിവ്. സമ്മർദ്ദം എന്ന് പറയുന്നത് പോസിറ്റീവായി എടുക്കാം, നെഗറ്റീവായി എടുക്കാം. സമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്നതിലും സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് മനുഷ്യൻ വിധേയനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമ്മർദ്ദം താങ്ങാനുള്ള കഴിവ് ഒരു സോഫ്റ്റ് സ്കില്ലാണ്. എമ്പതി, മറ്റൊരാളുടെ പൊസിഷനിൽ സ്വയം നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാനുള്ള കഴിവ്. സിമ്പതി അല്ല എമ്പതി. സിമ്പതി കരുണയാണെങ്കിൽ എമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ സാഹചര്യത്തിൽ സ്വയം നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയിത്തീരുന്നത്, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇതെല്ലാം എമ്പതിയിൽ വരുന്നു. ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരികമായ പക്വത. അതായത് ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ എന്ത് വികാരപരമായ കാര്യം കൊണ്ടാണ്, എന്ത് ഇമോഷണൽ കാര്യം കൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നത്. ഉദാഹരണത്തിന് ഒരു എംപ്ലോയിയോട് വേറൊരു ദൂരസ്ഥലത്തേക്ക് ഉയർന്ന പൊസിഷനിൽ ട്രാൻസ്ഫറിന് നിങ്ങൾ വിടുന്നു, ഓപ്ഷണലാണ്, അയാൾ ആ ട്രാൻസ്ഫർ ഏറ്റെടുക്കുന്നില്ല. അയാൾക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ കൊടുത്ത നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ. എന്താണ് ഇവിടുത്തെ ഇമോഷണൽ ഇന്റലിജൻസ് വേണ്ടി വരുന്നാൽ മനസ്സിലാക്കാവുന്ന കാര്യം, അയാളുടെ വീടും കുടുംബവും ഈ നഗരത്തിൽ തന്നെയാണ്. വീടും കുടുംബവും എന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു മനുഷ്യന്. ഒരു ലോജിക്കലായി സൗകര്യങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ, ശമ്പളം കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ എടുത്തുകൂടാ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇമോഷണലി ഇന്റലിജന്റ് ആയ ഒരു മാനേജർ എന്ത് കാണുന്നു, ഇദ്ദേഹത്തിന് വീടും കുടുംബവും വിട്ടുപോകാൻ സാധിക്കുന്നില്ല. ഇത് വൈകാരികമായ ഒരു പക്വതയാണ്. ഒരു ഇമോഷണലി നമ്മൾക്ക് ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ലോജിക്കലി, യുക്തിക്ക് ഇത് പോസിബിൾ അല്ല. കാരണം യുക്തിപരമാകുമ്പോൾ ഇയാൾ ഈ പ്രൊമോഷൻ എടുക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം കൂടുതൽ ഉയർന്ന ശമ്പളം, കൂടുതൽ പദവി, കൂടുതൽ പൊസിഷൻ, കൂടുതൽ റോൾസ്, ഇതെല്ലാം ഉള്ളപ്പോൾ എന്തുകൊണ്ട് ലോജിക്കലി യുക്തിപരമായിട്ട് ഇയാൾ ഇത് എടുക്കുന്നില്ല? അതിന്റെ റീസൺ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അടുത്തത് ഫ്ലെക്സിബിലിറ്റി, വില്ലിംഗ്നെസ് ടു ചേഞ്ച്. നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിലും കണ്ടതാണ്. മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനുള്ള അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവിനെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നു. കാര്യങ്ങൾ റിജിഡായി ഒരു കർക്കശമായ രീതിയിൽ മാത്രമേ ഞാൻ പെരുമാറുകയുള്ളൂ, നീങ്ങുകയുള്ളൂ, ജോലി ചെയ്യുകയോ എന്നുള്ള പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച്
മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ സ്വീകരിക്കാനും അവയ്ക്കനുസരിച്ച് മാറാനുമുള്ള ഒരു കഴിവിനെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കില്ലാണ്, ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കില്ലാണ്. ഏറ്റവും അവസാനത്തേത് ഗ്രോത്ത് ആൻഡ് അച്ചീവ്മെന്റ് മൈൻഡ് സെറ്റ്. എനിക്ക് കൂടുതൽ അറിവ് നേടണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, കൂടുതൽ നേട്ടങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഇതെല്ലാം ഒരു സോഫ്റ്റ് സ്കില്ലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അച്ചീവ്മെന്റ് മൈൻഡ് സെറ്റ്, എനിക്ക് നേടണം, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് നടത്താൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം, ഇതെല്ലാം സോഫ്റ്റ് സ്കിൽസിൽ പെടും. അപ്പോൾ സോഫ്റ്റ് സ്കിൽസിന്റെ ഡിസ്കഷനിൽ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സോഫ്റ്റ് സ്കിൽസ് എന്താണ് എന്ന് കണ്ടു, ഹാർഡ് സ്കിൽസ് ആയിട്ടുള്ള വ്യത്യാസം നമ്മൾ കണ്ടു, സോഫ്റ്റ് സ്കിൽസിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്, സോഷ്യൽ ക്യൂസ്, ഇതെല്ലാം നമ്മൾ കണ്ടു. സോഫ്റ്റ് സ്കിൽസ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അൺലൈക്ക് ഹാർഡ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസും മറ്റ് സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. സോഫ്റ്റ് സ്കിൽസ് എപ്പോഴും മറ്റൊരാളുമായിട്ടുള്ള ഇടപെടലുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റ് സ്കിൽസ് തനതായി ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന സ്കിൽസാണ് അതർ സ്കിൽസിന്റെ കീഴിൽ വരുന്നത്. പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ, എംപതി, ഇമോഷണൽ ഇന്റലിജൻസ്, ഫ്ലെക്സിബിലിറ്റി, ഗ്രോത്ത് ആൻഡ് അച്ചീവ്മെന്റ് മൈൻഡ് സെറ്റ്, ഇവയാണ്. അടുത്ത ക്ലാസ്സിൽ സോഫ്റ്റ് സ്കിൽസിൽ തന്നെ പ്രധാനപ്പെട്ടതും ഒരു പ്രൊഫഷണലിന് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കേണ്ടതുമായ ഒരു വലിയ മേഖലയായ കമ്മ്യൂണിക്കേഷൻ എന്ന മേഖലയിൽ എങ്ങനെ നമ്മൾക്ക് പ്രൊഫഷണലിസം എക്സിബിറ്റ് ചെയ്യാം, പ്രൊഫഷണലിസം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ ടോപ്പിക്കിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കടക്കുക. അതുവരെ ബൈ, താങ്ക് യു.